ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗവർണർ ജനറൽമാരെ പറ്റി സംസാരിച്ചു അല്ലേ. 1773 മുതൽ 1857 വരെ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽമാരെ പറ്റി നമ്മൾ സംസാരിച്ചു. അതിൽ ബംഗാളിൻ്റെ ഗവർണർ ജനറലും ഇന്ത്യയുടെ ഗവർണർ ജനറലും എല്ലാം വന്നുപോയി. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യത്തെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് വൈസ്രോയിമാരിലേക്ക് കടക്കാം. നമുക്കറിയാം 1857 എന്തുണ്ടായി? ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ശിപ്പായി ലഹള ഉണ്ടായി. അതിനെ തുടർന്ന് കമ്പനി ഭരണത്തിൽ നിന്നും കിരീട ഭരണത്തിലേക്ക്, രാജ്ഞിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലേക്ക് ഇന്ത്യയുടെ ഭരണം മാറുകയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഗവർണർ ജനറൽ എന്നുള്ള പോസ്റ്റ് എടുത്തു കളയുകയും അതിന് പകരം വൈസ്രോയി എന്നുള്ള പോസ്റ്റ് നിലവിൽ വരികയും ചെയ്തു. ഏത് ആക്ടിലൂടെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 അങ്ങനെ ഒരു പുതിയ ആക്ടിലൂടെ ഗവർണർ ജനറൽ മാറുകയും വൈസ്രോയി വരികയും ചെയ്തു. അങ്ങനെ വന്ന വൈസ്രോയിമാരെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അങ്ങനെ 1857 ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് കാനിങ് ആരായിട്ട് മാറി? അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയും ആദ്യത്തെ വൈസ്രോയി ഓഫ് ഇന്ത്യയുമായിട്ട് മാറി. ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് ഫസ്റ്റ് വൈസ്രോയി ഓഫ് ഇന്ത്യ ആയിട്ട് ആര് മാറി? ലോർഡ് കാനിങ് മാറി. കാരണം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ തുടർന്ന് ഗവർണർ ജനറൽ മാറി ആരായി? വൈസ്രോയി ആയപ്പോൾ ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ആദ്യത്തെ വൈസ്രോയുമായിട്ട് ആര് മാറി? ലോർഡ് കാനിങ് മാറി. അപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്താണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്നത് ദത്തവകാശ നിരോധന നിയമം നിരോധിക്കുന്നത് ആര് തന്നെയാണ്? ലോർഡ് കാനിങ് തന്നെയാണ്. ആരാണ് കൊണ്ടുവന്നത് എന്നുള്ളത് നിങ്ങൾ എനിക്ക് കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും 1857 വുഡ്സ് ഡിസ്പാച്ച് പ്രകാരം, വുഡ്സ് ഡിസ്പാച്ചിന്റെ കഥ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. വുഡ്സ് ഡിസ്പാച്ച് പ്രകാരം യൂണിവേഴ്സിറ്റീസ് സ്ഥാപിക്കുന്നത്, കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നത്, സർവകലാശാലകൾ സ്ഥാപിക്കുന്നത് ആരാണ്? ലോർഡ് കാനിങ് തന്നെയാണ്. മാത്രമല്ല ഇൻകം ടാക്സ് ആദ്യമായി കൊണ്ടുവരുന്നത്, ഇൻട്രൊഡ്യൂസ്ഡ് ഇൻകം ടാക്സ് ആദ്യമായി കൊണ്ടുവരുന്ന ആര് തന്നെയാണ്? നമ്മുടെ ലോർഡ് കാനിങ് തന്നെയാണ്. പിന്നെ അതിനുശേഷം ഇൻഡിഗോ റിവോൾട്ടിന്റെ കാലത്ത് ഇദ്ദേഹം തന്നെയാണ് ആരാണ് ഭരിക്കുന്നത്? ലോർഡ് കാനിങ് തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്ന വൈസ്രോയി ആയിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1858 അവസാനത്തെ ഗവർണർ ജനറലിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ആര് മാറി? ലോർഡ് കാനിങ് മാറി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് പിൻവലിക്കുന്നത് ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നീ തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നതുമാർ തന്നെയാണ് ലോർഡ് കാനിങ് തന്നെയാണ്. വുഡ്സ് ഡിസ്പാച്ചിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു അത് വരുന്നത്. ഇൻകം ടാക്സ് കൊണ്ടുവരുന്നത് ഇദ്ദേഹമാണ്. ഇൻഡിഗോ റിവോൾട്ടിനെ പറ്റി, നീലം കൃഷിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിഗോ റിവോൾട്ടിനെ പറ്റി ഓൾറെഡി നമ്മൾ സംസാരിച്ചു. അതുമാര് തന്നെയാണ് നമ്മുടെ കാനിങ് തന്നെയാണ്. അതിനുശേഷം ലോർഡ് എൽഗിനും സർ ജോൺ ലോറൻസും എന്ന് പറഞ്ഞ് രണ്ടുപേർ വന്നെങ്കിലും കാര്യപ്രസക്തമായ ഒന്നും എന്തില്ല, നമുക്ക് അവരെ പറ്റി പഠിക്കാനില്ല. അതുകൊണ്ട് അതിനുശേഷം വന്ന ലോർഡ് മയോയെ പറ്റി നമുക്ക് പഠിക്കാം. ലോർഡ് മയോ ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിക്കുന്നതും അതിൻ്റെ ഭാഗമായി 1872 ഒന്നാമത്തെ സെൻസസ് നടക്കുന്നതും ഈ ലോർഡ് മയോന്റെ നേതൃത്വത്തിലാണ്. ഫസ്റ്റ് സെൻസസ് എന്നാണ് പറയുന്നത്. റെഗുലർ സെൻസസ് ആണെങ്കിൽ അത് 1881 അതിലോട്ട് നമ്മൾ പോകുന്നില്ല. ആദ്യമായി ഇന്ത്യയിൽ ഒരു സെൻസസ് നടക്കുന്നത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോർഡ് മയോന്റെ കാലഘട്ടത്തിൽ 1872 എന്നാണ് എന്ത് പറയേണ്ടത്? ഉത്തരമായിട്ട് പറയേണ്ടത്. പക്ഷെ ഇദ്ദേഹത്തെ പറ്റി എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം ഇതാണ്: ഇന്ത്യയിൽ ജോലിയിലിരിക്കെ, ഒഫീഷ്യൽ ഡ്യൂട്ടിയിലിരിക്കെ ആൻഡമാനിലെ ജയിലിൽ വെച്ച്, ആൻഡമാനിലെ കലാപാനിയിൽ വെച്ച് മരണപ്പെട്ട അല്ലെങ്കിൽ കൊല്ലപ്പെട്ട വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം നമ്മുടെ ലോർഡ് മയോ ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തെ പറ്റിയിട്ട്. ഓൺലി വൈസ്രോയി ടു ബി മർഡേർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ വെച്ച്, കാലാപാനിയിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി ആണ് ആരെന്ന് പറയുന്നത്? ലോർഡ് മയോ എന്ന് പറയുന്നത്. ഞാൻ ഈ ലോർഡ് മയോ ആണെന്നുള്ളതിന് മരണപ്പെട്ട എന്നുള്ളത് മാമാന്ന് ഓർത്തിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലതല്ല ഞാനൊരു പ്രാസത്തിൽ മയോ മർഗയ എന്നാണ് പറയാറുള്ളത്. ഈ മർഗയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ മരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ അങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ മയോ മർഗയ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ റൈമിങ് എവിടെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മർഡേർഡ് ആണ്, മരണമാണ്, മായാണ്, എല്ലാം ഒരു മായാണെന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാലും എന്ത് കിട്ടും? അത് കിട്ടും. ലോർഡ് മയോ മർഗയ ഇൻ ആൻഡമാൻ. മാത്രമല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യയും അദ്ദേഹം തുടങ്ങി. ആദ്യത്തെ സെൻസസും അദ്ദേഹം നടത്തി. പിന്നീട് 72 മുതൽ 76 വരെ ലോർഡ് നോർത്ത് ബ്രൂക്ക് വന്നെങ്കിലും എന്തില്ല, പ്രത്യേകിച്ച് കാര്യപ്രസക്തമായ ഒന്നും നമുക്കില്ല. പിന്നീട് വരുന്നത് ലോർഡ് ലിറ്റൺ ആണ്. ലോർഡ് ലിറ്റൺ വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെട്ടിരുന്നത്.
വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ലോർഡ് ലിറ്റൺ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇദ്ദേഹം കൊണ്ടുവന്ന രണ്ട് പ്രധാനപ്പെട്ട ഇന്ത്യക്കാരെ ഇന്ത്യക്കാരെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ള രണ്ട് ആക്ടുകളായിരുന്നു വെർണാക്കുലർ പ്രസ് ആക്റ്റും ആംസ് ആക്റ്റും. ഈ വെർണാക്കുലർ പ്രസ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ക്രഷ്ഡ് ദ ഫ്രീഡം ഓഫ് ഇന്ത്യൻ പ്രസ്. എന്ത് എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ളത് ആര് തീരുമാനിക്കുമായിരുന്നു? ബ്രിട്ടീഷുകാർ തീരുമാനിക്കുമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ആ കമ്പനി, ആ ഒരു പത്രക്കമ്പനി, ആ ഒരു പ്രസ്സിനെ മുഴുവനായി പൂട്ടിക്കളയാനുള്ള അധികാരം ആർക്ക് കൊടുത്തിരുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുത്തിരുന്ന ഒരു ആക്ട് ആയിരുന്നു വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. വെർണാക്കുലർ പ്രസ് ആക്ട് ആര് കൊണ്ടുവന്നു ചോദിക്കാറുണ്ട്? ലിറ്റൺ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന അത്ര പ്രധാനമല്ലാത്ത എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ആക്ടാണ് 1878 തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആംസ് ആക്ട്. അതെന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രിവെന്റഡ് ദ ഇന്ത്യൻസ് ടു കീപ് ആംസ് വിത്തൗട്ട് ലൈസൻസ്. ലൈസൻസ് ഇല്ലാതെ ഒരു ഇന്ത്യക്കാരനും ആയുധം കയ്യിൽ വെക്കാൻ പറ്റില്ല, പക്ഷേ യൂറോപ്യൻസിന് വെക്കാം. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഞങ്ങൾക്ക് വെക്കാം, നിങ്ങൾക്ക് വെക്കാൻ പാടില്ല എന്നുള്ളിടത്താണ് പ്രശ്നം വരുന്നത്. ആർക്കും ലൈസൻസ് ഇല്ലാതെ വെക്കാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഫെയർ ആയിട്ടുള്ളൊരു നിയമമാണ്. കാരണം ഇതിപ്പോൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയേക്കാം, ലൈസൻസ് ഇല്ലാതെ എങ്ങനെ ആംസ് കയ്യിൽ വെക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഇക്വാലിറ്റിയുടെ പ്രശ്നം വരുന്നതാണ് എവിടെ വരുന്നത്? ഈ ആംസ് ആക്ടിൽ വന്നത്. അപ്പോൾ രണ്ട് നിയമങ്ങൾ, വെർണാക്കുലർ പ്രസ് ആക്ട് ആയിക്കോട്ടെ ആംസ് ആക്ട് ആയിക്കോട്ടെ, രണ്ടും കൊണ്ടുവന്നത് ലോർഡ് ലിറ്റൺ ആണ്. അതുകൊണ്ട് തന്നെ വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ലിറ്റൺ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഈ വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നീട് വന്നത് ലോർഡ് റിപ്പൺ ആണ്. ലോർഡ് റിപ്പൺ ആണ്. ഈ ലോർഡ് റിപ്പൺ എന്താ നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന, നമ്മൾ വില്യം ബെൻഡിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിന് ശേഷം ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമായിട്ട് നമ്മൾ എന്താ പറയുക? ലോർഡ് റിപ്പൻ്റെ പേരാണ് പറയുക. ഒരുപാട് നല്ല കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൂപ്പരിവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് മാത്രം എന്ത് ചെയ്യാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അദ്ദേഹം സർവീസിൽ കയറി ആദ്യമായി ചെയ്യുന്ന കാര്യം തന്നെ വെർണാക്കുലർ പ്രസ് ആക്ട് എടുത്തു കളയാന്നുള്ളതാണ്. ലോർഡ് ലിറ്റൺ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ കൊണ്ടുവന്ന വെർണാക്കുലർ പ്രസ് ആക്ട് എടുത്തു കളയുന്ന, റിപ്പീൽ ചെയ്യുന്നത് ആരാണ്? ലോർഡ് റിപ്പൺ ആണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ പറ്റി ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളതാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ. ചെറിയ ചെറിയ നമ്മുടെ ഈ ഒരു ഗ്രാമപഞ്ചായത്ത് അതുപോലെ ഒരു സെറ്റപ്പ് ആക്കിയിട്ട്, ടെക്നിക്കലി അങ്ങനെയല്ല പക്ഷെ അതുപോലെ ആക്കിയിട്ട് അവർക്ക് ഭരണം കൊടുക്കുന്നതും അവരുടെ കാര്യങ്ങൾ, അവർക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഇൻവോൾവ് ആയിട്ട് സ്വന്തം നാട്ടുകാർക്ക് എന്താണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതിനുള്ളൊരു ഫൗണ്ടേഷൻ ഇടുന്നതും അതിനുള്ളൊരു അടിത്തറ ഇടുന്നതും ആര് തന്നെയാണ്? ഇതേ ലോർഡ് റിപ്പൺ ആണ്. അതുകൊണ്ട് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ റിപ്പൺ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇദ്ദേഹത്തെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതാണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? രണ്ടിനും ഉത്തരം എന്താണ്? റിപ്പൺ എന്ന് തന്നെയാണ്. അതുപോലെ ഇദ്ദേഹം കൊണ്ടുവന്ന വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മറ്റൊരു നിയമമായിരുന്നു ഫാക്ടറി ആക്ട് ഓഫ് 1881. 1881 ഫാക്ടറി ആക്ട് എന്ന് പറയുന്നത് 7 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ജോലിക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇദ്ദേഹം എന്ത് ചെയ്തു? നിയമം മൂലം നിരോധിച്ചു. ഒന്ന് ആലോചിക്കണേ, അന്ന് അദ്ദേഹത്തിന് ഇത്രയും പ്രോഗ്രസീവായിട്ട് ചെയ്യാൻ പറ്റിയത് 7 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ആ സമയത്തെ ആ ഒരു കാലഘട്ടത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. 7 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പണിയെടുപ്പിക്കുന്നതാണ് നിയമം മൂലം ആര് നിരോധിക്കുന്നത്? ലോർഡ് റിപ്പൺ നിരോധിക്കുന്നത്. അപ്പോൾ അന്ന് എന്തായിരുന്നു അവിടെ നടന്നിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം. അതുപോലെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പലതും ചെയ്തു. വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും ഒരു സേഫ്റ്റി പ്രിക്കോഷൻ ഉള്ളത് ഇന്ത്യൻ തൊഴിലാളികളെ കൊണ്ട് ബ്രിട്ടീഷുകാർ, യൂറോപ്യൻസ് എന്ത് ചെയ്തിരുന്നു? കഷ്ടപ്പെട്ട് പണിയെടുപ്പിച്ചിരുന്നു. അവിടെയെല്ലാം സേഫ്റ്റി കൺസേൺസ് ഉണ്ട് പലയിടത്തും. അതായത് ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് കിട്ടുന്ന സമയത്ത് മേലെ നിന്നൊക്കെ പണിയെടുക്കുന്നവർക്ക് മെഷ് കെട്ടിക്കൊടുത്തിട്ടും അതുപോലെ അതിനുള്ള സേഫ്റ്റി നെറ്റുകൾ കെട്ടിക്കൊടുത്തിട്ടും അങ്ങനെ കെട്ടിക്കൊടുക്കണം എന്നുള്ള നിയമം കൊണ്ടുവന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? 1881 ഫാക്ടറി ആക്ടോടെ കൊണ്ടുവന്നു. ഇത് രണ്ടും ഇദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. പിന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര വിവാദമായ ഒന്നാണ് ഇൽബർട്ട് ബിൽ അജിറ്റേഷൻ എന്ന് പറയുന്നത്. 1884 ഇൽബർട്ട് ബിൽ അജിറ്റേഷനിൽ ഇദ്ദേഹത്തിന് കുറേ വിമർശനങ്ങൾ കേൾക്കുകയും ഇദ്ദേഹം ഇംഗ്ലണ്ടിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം എന്താണ് ഇൽബർട്ട് ബിൽ അജിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കാലഘട്ടത്തിലെ നിയമം എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അവനെ കുറ്റം വിധിക്കാൻ, അവൻ്റെ കേസ് വിധിക്കാൻ, അവൻ്റെ കേസ് പഠിച്ച് ഇവന് കുറ്റം ചെയ്തതാണ് അവന് ശിക്ഷ വിധിക്കാൻ ഇന്ത്യക്കാരായിട്ടുള്ള ജഡ്ജിമാർക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കാരായിട്ടുള്ള ജഡ്ജിമാർക്ക് ഒരു യൂറോപ്യൻ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ആ കേസ് അറ്റൻഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. അതിനെതിരെ അദ്ദേഹം കൊണ്ടുവന്ന ബില്ലായിരുന്നു ഇൽബർട്ട് ബിൽ അജിറ്റേഷൻ. അല്ലെങ്കിൽ അതിനെതിരെ നടന്ന ഒരു മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നിയമപരമായി പാസ്സാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഇതെന്ന് പറയുന്നത് ഇൽബർട്ട് ബിൽ അജിറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ടിലെ അധികാരി വർഗ്ഗങ്ങൾക്ക് ഇത് അവരുടെ കണ്ണിൽ ഒരു കരടായിരുന്നു. അപ്പം ഒരിക്കലും ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു യൂറോപ്യനാണ് അല്ലെങ്കിൽ ഞാനൊരു ബ്രിട്ടീഷുകാരാണ്, എങ്ങനെ എന്നെ ഇന്ത്യക്കാരനായിട്ടുള്ളൊരു ജഡ്ജി എനിക്കിങ്ങനെ കുറ്റം വിധിക്കും എന്നുള്ളതാണ് അവർ ആലോചിച്ചത്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരുപാട് പഴി കേൾക്കേണ്ടി വരികയും അവസാനം അദ്ദേഹം റിസൈൻ ചെയ്യുകയും ഇംഗ്ലണ്ടിലോട്ട് പോവുകയും ചെയ്തു.
അപ്പോൾ ഈ ഒരു ഇൽബർട്ട് ബിൽ അജിറ്റേഷനാണ് ഇന്ത്യയിൽ ആ ഒരു കാലഘട്ടത്തിൽ നാഷണലിസം എന്താ പറയുക ഭയങ്കരമായിട്ട് പരത്താൻ സഹായിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇൽബർട്ട് ബിൽ അജിറ്റേഷൻ എന്തെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു കേസ്, ഒരു യൂറോപ്യൻ ഒരു കുറ്റം ചെയ്തൊരു കേസ് വാദിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വിധിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്കാരനായിട്ടുള്ളൊരു ജഡ്ജിന് അദ്ദേഹത്തിന് ഒരു യൂറോപ്യൻ ഒരു ശിക്ഷ വിധിക്കാൻ പറ്റില്ല. അത് ആര് തന്നെ വരണം? യൂറോപ്യൻ തന്നെ വരണം. അപ്പോൾ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ജഡ്ജിനോട് ചെയ്യുന്ന അത്രയും പഠിച്ച് അത്രയും എഡ്യൂക്കേറ്റഡായി അവിടെ എത്തിയിട്ട് ആ കാലത്തോട് പടപൊരുതി അവിടെ എത്തിയിട്ട് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു അവഹേളനമായിരുന്നു അത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മുടെ ലോർഡ് റിപ്പൺ പ്രഭു കൊണ്ടുവന്നൊരു നിയമമായിരുന്നു. പക്ഷെ അതിൽ തന്നെ അത് അദ്ദേഹത്തിന് തന്നെ എന്തായി പാരയാവുകയും സ്ഥാനം രാജിവെച്ച് അദ്ദേഹം ഇംഗ്ലണ്ടിലോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഇൽബർട്ട് ബിൽ അജിറ്റേഷൻ നമുക്കൊരു വിധത്തിൽ ഉപകാരമായിരുന്നു. കാരണം ഇന്ത്യയിലെ പല ആളുകൾക്കിടയിലും നാഷണലിസം വരാൻ എന്തായി ഇത് കാരണമായി. അങ്ങനെയാണ് 1885 INCയുടെ ഫോർമേഷന് വലിയൊരു കാരണമായി നിലകൊള്ളുന്നത് ഈ ഇൽബർട്ട് ബിൽ അജിറ്റേഷൻ ആണെന്ന് പറയുന്നത്. നമുക്കറിയാം INCയിൽ ഉണ്ടായിരുന്ന ഫൗണ്ടർ മെമ്പേഴ്സിൽ ഭൂരിഭാഗം ആളുകളും വക്കീലന്മാരായിരുന്നു. അതിൻ്റെ പ്രമുഖരായി വന്ന പിന്നീടുള്ള നേതാക്കന്മാരെല്ലാം വക്കീലന്മാരായിരുന്നു. അപ്പോൾ ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ദ പോപ്പുലർ വൈസ്രോയ് എന്നും റിപ്പൺ ദ ഗുഡും എന്നും അറിയപ്പെട്ടിരുന്നത് റിപ്പൺ പ്രഭുവിനെ ആയിരുന്നു. ഇദ്ദേഹം ദ പോപ്പുലർ വൈസ്രോയ്, റിപ്പൺ ദ ഗുഡ്, ദ പോപ്പുലർ വൈസ്രോയ് എന്നറിയപ്പെട്ടിരുന്നത് റിപ്പൺ പ്രഭുവിനായിരുന്നു. ഇന്ത്യക്കാർ അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഹി വാസ് ദ മോസ്റ്റ് പോപ്പുലർ വൈസ്രോയ്. ഒരു സംശയം കൂടാതെ പറയാം, ഇന്ത്യ കണ്ട ഏറ്റവും പ്രശസ്തനായ ഏറ്റവും നീതിമാനായ വൈസ്രോയ് എന്ന് പറയുന്നത് റിപ്പൺ പ്രഭു തന്നെയാണ്. അദ്ദേഹത്തിന് ശേഷമേ അദ്ദേഹത്തിന് താഴെ ആര് നിൽക്കുള്ളൂ? വില്യം ബെന്റിക് നിൽക്കുള്ളൂ എന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ പറയാറുള്ളത്. ഇന്ത്യക്കാർക്ക് വേണ്ടി ചെയ്തിട്ടില്ല നമ്മൾ എടുത്തു പറയുന്ന സമയത്ത് ഈ പല കാര്യങ്ങളും പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ള, ഇന്ത്യക്കാരും നമ്മുടെ ഇവിടുത്തെ ആളുകളാണ്, അവരുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച രണ്ടുപേരെ എൻ്റെ ചെറിയ ഹിസ്റ്ററി അറിവ് വെച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. അതിലൊന്ന് റിപ്പണും ഒന്ന് നമ്മുടെ വില്യം ബെന്റിക് പ്രഭുവാണ്. ഈ രണ്ടുപേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്താ പറയുക, പറ്റാവുന്നത്രയും അടിച്ചു മാറ്റുക, കൊണ്ടുപോകുക, തനിക്ക് കിട്ടുന്നത് തനിക്ക്, ബ്രിട്ടീഷുകാർക്കുള്ളത് ബ്രിട്ടീഷുകാർക്ക്, അതിന് വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് കൊടുക്കാന്നുള്ള ലൈനാണ് എന്ത് ചെയ്തിരുന്നത് ബാക്കി എല്ലാവരും എടുത്തിരുന്നത്. അപ്പോൾ റിപ്പൺ പ്രഭുവിനെ പറ്റി പറയുമ്പോൾ വെർണാക്കുലർ പ്രസ് ആക്ട് അദ്ദേഹം റിപ്പീൽ ചെയ്തു. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1881 ഫാക്ടറി ആക്ടിലൂടെ തൊഴിലാളികളുടെ ക്ഷേമം അദ്ദേഹം ഉറപ്പുവരുത്തി. ഇൽബർട്ട് ബിൽ അജിറ്റേഷനിൽ അദ്ദേഹം രാജിവെക്കുകയും ഇംഗ്ലണ്ടിലോട്ട് പോവുകയും ചെയ്തു. ഈ ഒരു നാഷണലിസം ഉണരാൻ കാരണമാവുകയും INC ഫോർമേഷൻ 1855 നടക്കുകയും ചെയ്തു. ദ പോപ്പുലർ വൈസ്രോയ് എന്നും റിപ്പൺ ദ ഗുഡ് എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മോസ്റ്റ് പോപ്പുലറായ വൈസ്രോയ്, ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വൈസ്രോയിമാരായിരുന്നു നമ്മുടെ റിപ്പൺ പ്രഭു ആയിരുന്നു. അതിനുശേഷം വന്നതാണ് ലോർഡ് ഡഫറിൻ. 1884 മുതൽ 1888 വരെ ഭരിച്ച ലോർഡ് ഡഫറിൻ. 85 എന്ത് ചെയ്യുന്നത്? INC ഫോർമേഷൻ നടക്കുന്നത്. അതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരേ ഒരു ചോദ്യം ഡഫറിൻ പ്രഭുവിനെ പറ്റി ചോദിക്കാറുള്ളത്. ഡഫറിൻ പ്രഭുവിനെ പറ്റി ഇതാ ചോദിക്കുന്നത്, ആരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ രൂപീകരിച്ചത്? ആരുടെ കാലഘട്ടത്തിലാണ്? ലോർഡ് ഡഫറിൻ്റെ കാലഘട്ടത്തിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഡഫറിൻ പ്രഭു ഡിഫറൻ്റ് ആയിട്ട് തുടങ്ങിയ സാധനമാണ് ഏതെന്ന് പറയുന്നത് INC എന്ന് പറയുന്നത്. അതിലിപ്പോൾ എന്താ ലോജിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയില്ല, ഞാൻ അങ്ങനെ പറഞ്ഞു പഠിച്ചത്. ഡഫറിൻ പ്രഭു ഡിഫറൻ്റ് ആയി തുടങ്ങിയ സാധനമാണ് ഏതെന്ന് പറയുന്നത് INC എന്ന് പറയുന്നത്. മാത്രമല്ല ഇതും ചോദിക്കാറുണ്ട് ചില സമയങ്ങളിൽ, കോൺഗ്രസ് ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണെന്ന്, അത്രയും ചെറുതാണ്, ഇവരൊരു കാര്യമല്ല എന്ന അഭിപ്രായപ്പെട്ട വ്യക്തിമാർ തന്നെയാണ് ലോർഡ് ഡഫറിൻ തന്നെയാണ്. അപ്പോൾ രണ്ടും ഓർത്തിരിക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം 1885 ലോർഡ് ഡഫറിൻ ഡിഫറൻ്റ് ആയിട്ട് തുടങ്ങിയ സാധനമാണ് INC എന്ന് പറയുന്നത്. അദ്ദേഹം തുടങ്ങിയതല്ല, പക്ഷെ നമ്മൾ അങ്ങനെ ഓർത്തിരിക്കുന്നു എന്ന് മാത്രം. കോൺഗ്രസ് ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ആണെന്ന് അഭിപ്രായപ്പെട്ടതുമാര് തന്നെയാണ് ഇതേ ഡഫറിൻ തന്നെയാണ്. പിന്നീട് വന്നത് ലോർഡ് ലാൻസ്ഡൗൺ ആണ്. ഈ ലോർഡ് ലാൻസ്ഡൗൺ ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്തിരിക്കാനുള്ളൂ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി രൂപീകരിക്കാനായിട്ട്, അതിർത്തി നിയമിക്കാനായിട്ട്, അതിർത്തി കണ്ടുപിടിക്കാനായിട്ട്, ബൗണ്ടറി സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം അപ്പോയിന്റ് ചെയ്തൊരു കമ്മീഷനാണ് ഡ്യൂറൻ കമ്മീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇന്ത്യയുടെയും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തിയുടെ പേരാണ് ഏതെന്ന് പറയുന്നത്? ഡ്യൂറൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഡ്യൂറൻ കമ്മീഷനാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് ആരാണ്? ലാൻസ്ഡൗൺ ആണ്. അത് ഓർക്കാൻ എളുപ്പമാണ്. ഇത് LANSD ആണെന്ന് അറിയാം, എന്നാലും LANDS എന്ന് നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ലാൻഡ് ആണ് അല്ലേ, സ്ഥലം അളക്കാനുള്ള പരിപാടിയായിരുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ്റെ സ്ഥലം അളക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ലാൻസ്ഡൗൺ ആണ് എന്ത് ചെയ്യുന്നത്? ഡ്യൂറൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി വരുന്നതെന്നും ഓർത്തിരിക്കുക. അപ്പോൾ ലാൻസ് എന്നല്ല പേരെന്നല്ല പറയുന്നത്, LANDS ആണെന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അതിൽ കൺഫ്യൂഷൻ വരില്ല. പിന്നെ വന്നത് ലോർഡ് എൽഗിനാണ്. വലിയ കാര്യമൊന്നുമില്ല, 5 വർഷം ഭരിച്ചു. 1894 മുതൽ 99 വരെ ഭരിച്ചു. പിന്നീടാണ് ആര് വരുന്നത്? നമ്മുടെ എന്താ പറയുക, മുത്ത് അല്ലേ, 1899 മുതൽ 1905 വരെ ലോർഡ് കേഴ്സൺ വരുന്നത്. ഇന്ത്യക്കാരോടുള്ള കടുത്ത വെറുപ്പും ഇന്ത്യയെ എങ്ങനെ കുട്ടിച്ചോറാക്കാമെന്നുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിനെ എങ്ങനെ അടിച്ചമർത്തി ഇവിടെ നിന്ന് ഇന്ത്യയെ ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യ ഒന്ന് സെറ്റപ്പ് ആക്കി പോകാം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇന്ത്യയിലോട്ട് വരുന്ന ലോർഡ് കേഴ്സൺ. ഒരൊറ്റ ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യം, പാർട്ടീഷൻ ഓഫ് ബംഗാൾ വിഭജനത്തിൻ്റെ കാലഘട്ടത്തിലെ ഇന്ത്യൻ വൈസ്രോയി ലോർഡ് കേഴ്സൺ. എല്ലാവർക്കും
എല്ലാവർക്കും അറിയാം. പിന്നെ ഇദ്ദേഹം ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ക്രിയേറ്റഡ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, പുരാവസ്തു വകുപ്പ്. ആരുടെ നേതൃത്വത്തിൽ? ജോൺ മാർഷലിന്റെ നേതൃത്വത്തിൽ. ജോൺ മാർഷലിന്റെ നേതൃത്വത്തിൽ പുരാവസ്തു വകുപ്പ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നത് ഈ ലോർഡ് കേഴ്സന്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ജോൺ മാർഷൽ എന്ന് പറയുന്ന പേര് ഒരു നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൽ, ആദ്യത്തെ അല്ല രണ്ടാമത്തെ ക്ലാസ്സിൽ, അല്ലെ രണ്ടാമത്തെ മൂന്നാമത്തെ ക്ലാസ്സിൽ ഒരു പ്രശസ്തമായ ഒരു സംസ്കാരത്തെ പറ്റി സംസാരിക്കുമ്പോൾ, ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി സംസാരിക്കുമ്പോൾ, ഞാൻ ചോദ്യമായി തരാമെന്ന് വിചാരിച്ചാണ്, പിന്നെ പോട്ടെ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ ചോദ്യമായിട്ട് തരുന്നതിൽ അർത്ഥമില്ല. ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തത് എന്നതിന് ഉത്തരമായി നമ്മൾ പറഞ്ഞ പേരാണ് ഈ ജോൺ മാർഷൽ. അപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുന്നത് ആരാണ്? ആരുടെ നേതൃത്വത്തിലാണ്? ഈ ലോർഡ് കേഴ്സന്റെ നേതൃത്വത്തിലാണ്. പക്ഷേ ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ് ആരാണ് എന്നുള്ളതിന് ഉത്തരം ഇതല്ല, ഈ ജോൺ മാർഷൽ അല്ല. അതിനുള്ള ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ തപ്പി കണ്ടുപിടിക്കണം. എന്നിട്ട് എനിക്ക് ആൻസർ ഇവിടെ പറഞ്ഞു തരണം, താഴെ കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവ് ആരാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ച് താഴെ പറഞ്ഞു തരണം. അത് ചോദ്യമായി വന്നിട്ടുണ്ട്, നമ്മളത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് ചോദിക്കുന്നത്. ലോർഡ് കേഴ്സൺ വന്നത്, ലോർഡ് കേഴ്സൺ അഭിപ്രായപ്പെട്ടത് ഇതായിരുന്നു: മൈ ഓൺ ബിലീഫ് ഈസ് ദാറ്റ് കോൺഗ്രസ് ഈസ് ടോട്ടറിങ് ആൻഡ് വൺ ഓഫ് മൈ ഗ്രേറ്റ് ambition is to assist it to a peaceful death. കോൺഗ്രസ് തകർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സമാധാനപരമായ മരണം കണ്ടിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇവിടെ നിന്ന് തിരിച്ച് ബ്രിട്ടനിലോട്ട് പോകാനായിട്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ലോർഡ് കേഴ്സൺ എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തിരിക്കുക, ഈ കോട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇദ്ദേഹത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് ആണെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. രണ്ടും ചോദിക്കാറുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് ആരാണെന്നും ചോദിക്കാറുണ്ട്. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്ന് കേഴ്സനെ വിശേഷിപ്പിച്ചത് ആരാണെന്നും ചോദിക്കാറുണ്ട്. രണ്ടും ഓർത്തിരിക്കുക, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് അങ്ങനെ വിളിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? ബംഗാൾ വിഭജനത്തിൻ്റെ സമയത്ത് കേഴ്സൺ, ജോൺ മാർഷലിന്റെ നേതൃത്വത്തിൽ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയത് കേഴ്സൺ, കോൺഗ്രസിന്റെ സമാധാനപരമായ മരണത്തെ അസിസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞത് കേഴ്സൺ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔറംഗസേബ് എന്നറിയപ്പെടുന്നത് കേഴ്സൺ, അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. പിന്നെ വന്നത് ലോർഡ് മിൻറ്റോ ടു. നമ്മൾ ഓൾറെഡി ഒരു മിൻറ്റോയെ പറ്റി പഠിച്ചു, അത് വെറും മിൻറ്റോ, ആ മിൻറ്റോക്ക് ഇനീഷ്യലില്ല. ഇത് മിൻറ്റോ രണ്ടാമൻ. നമുക്കറിയാം മിൻറ്റോ മോർലി റീഫോംസിലെ ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിൽ അതേ മിൻറ്റോ തന്നെയാണ് 1909 ഇറങ്ങിയത്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത്, സൂറത്ത് പിളർപ്പ് ഉണ്ടാവുന്നത്, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട്, മിൻറ്റോ മോർലി റീഫോംസ് ഉണ്ടാവുന്നത്. ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്ന് ഓർത്തിരിക്കുക. പിന്നെയുള്ളതാണ് ലോർഡ് ഹാർഡിഞ്ച് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ബംഗാൾ വിഭജനത്തെ ക്യാൻസൽ ചെയ്യുന്നത്. ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്യുന്നവരാണ് ലോർഡ് ഹാർഡിഞ്ച് ആണ്. അവിടെ നമ്മൾ പറഞ്ഞാണ് അദ്ദേഹത്തിന് ഭയങ്കര ഹാർഡായിരുന്നു ആ ഡിസിഷൻ, അല്ലേ? കുട്ടിച്ചോറാക്കി വെച്ചത് വീണ്ടും പഴയ പോലെയൊക്കെ ആക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു ഹാർഡിഞ്ചിനെ സംബന്ധിച്ചിടത്തോളം. എന്തെന്ന് പറയുന്നത്? ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്യാന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യമാണ് കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് 1911 ഇന്ത്യയുടെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തെന്നുള്ളത്. ഇത് മാത്രമായിട്ടും ചോദിക്കാറുണ്ട്. ഇന്ത്യയുടെ ക്യാപിറ്റൽ ഏത് വർഷമാണ് ഷിഫ്റ്റ് ചെയ്തത്? 1911. ആരാണ് ഷിഫ്റ്റ് ചെയ്തത്? ഹാർഡിഞ്ച് ആണ് ഷിഫ്റ്റ് ചെയ്തത്. കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് ഇന്ത്യയുടെ ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്ന ആരാണ്? ലോർഡ് ഹാർഡിഞ്ച് ആണ്. അപ്പോൾ ഈ ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്ത അതേ ആൾ തന്നെ എന്ത് ചെയ്തു എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇദ്ദേഹം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തു 1911 എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. പിന്നീട് വന്നത് ചെംസ്ഫോർഡ് ആയിരുന്നു. ജസ്റ്റ് പറഞ്ഞു പോകാനുള്ളതേ. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, ലക്നോ പാക്ട്, ജാലിയൻ വാലാബാഗ് മസാക്കറിനെതിരെ അന്വേഷണ കമ്മിറ്റി ആയിട്ടുള്ള ഹണ്ടർ കമ്മീഷനെ നിയമിച്ചതുമാര് തന്നെയാണ് ഇതേ ചെംസ്ഫോർഡ് ആണ്. ഈ ചെംസ്ഫോർഡിന്റെ ഇതൊന്നും ഓർത്ത് വെക്കുക, ബാക്കിയൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഹണ്ടർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്ത ആരാണ് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. അപ്പോൾ ജാലിയൻ വാലാബാഗ് മസാക്കറിന്റെ സമയത്തെ വൈസ്രോയ് ആയിരുന്ന ചെംസ്ഫോർഡ് ആണ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ വന്നത് റീഡിംഗ് ആണ്. ഒബ്വിയസ്ലി അപ്പോൾ റെവലറ്റ് ആക്ട് എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ചെയ്തൊരു കാര്യമാണ് റെയിൽവേ ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തത് ആരാണ്? നമ്മുടെ റീഡിംഗ് ആണ്. അപ്പോൾ ഒരുപാട് വായിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലേ? റീഡിംഗ് ഒരുപാട് വായിച്ചൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. വായിച്ച് മനസ്സിലാക്കി ചെയ്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പക്ഷേ എനിക്ക് ഇതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ട് തോന്നുന്നു. ഞാൻ നോക്കിയപ്പോൾ അധികം ചോദ്യങ്ങൾ കണ്ടില്ല, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം കണ്ടില്ല. സ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓൺലി ജൂയിഷ് വൈസ്രോയ് ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരേ ഒരു ജൂയിഷ് വൈസ്രോയ്, ജൂതനായിട്ടുള്ള വൈസ്രോയ് ആരാണ്? ലോർഡ് റീഡിംഗ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? റൗലറ്റ് ആക്ട് റിപ്പീൽ ചെയ്യുന്നത് ലോർഡ് റീഡിംഗ് ആണ്. കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് റീഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി അദ്ദേഹം റെയിൽവേ ബഡ്ജറ്റും ജനറൽ ബഡ്ജറ്റും സെപ്പറേറ്റ് ചെയ്തു. ഒരേ ഒരു ജൂത വൈസ്രോയ് ആയിരുന്നു ആരെന്ന് പറയുന്നത്? ലോർഡ് റീഡിംഗ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ലോർഡ് ഇർവിൻ ആണ്. ഇർവിൻ്റെ കാലഘട്ടത്തിലാണ് സൈമൺ കമ്മീഷൻ വരുന്നത് 27, അല്ലേ? ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930. പിന്നെന്താ? ലോർഡ് വില്ലിംഗ്ടൺ. അതിനുശേഷം വരുന്നത് ലോർഡ് വില്ലിംഗ്ടൺ 1931 മുതൽ 36 വരെ. അപ്പോൾ ഗാന്ധി ഇർവിൻ പാക്ട് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ലോർഡ് ഇർവിൻ്റെ കാലത്ത് സൈമൺ കമ്മീഷൻ, പിന്നീട് ഒന്നാം വട്ടമേശ സമ്മേളനം, പിന്നെ 31 മുതൽ 36
1946 വരെ ലോർഡ് വെല്ലിംഗ്ടൺ വന്നു, കാര്യമായി ഒന്നുമില്ല. പിന്നെ വന്നത് ലോർഡ് ലിൻലിത്ഗോ ആണ്. ഗോ അല്ലേ, പൊയ്ക്കോ എന്ന് നമ്മൾ പറഞ്ഞാണ് ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ, പൊയ്ക്കോ ഇവിടെ നിന്ന് വിട്ടോ, ലിൻലിത്ഗോ എന്ന് നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹത്തെ പറ്റി അത് മാത്രമേ ചോദിക്കാറുള്ളൂ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ലോർഡ് ലിൻലിത്ഗോ ആണ്. പിന്നീട് വേവൽ വന്നു. വേവൽ പ്ലാൻ നമ്മൾ കണ്ടാണ്, ക്യാബിനറ്റ് മിഷൻ നമ്മൾ കണ്ടതാണ്. അതിനുവേണ്ടി ഷിംല കോൺഫറൻസിലൊക്കെ പോയിട്ട് അതൊക്കെ പാളിപ്പോയത് കഥയും നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ലോർഡ് വേവൽ, ക്യാബിനറ്റ് മിഷൻ, ഷിംല കോൺഫറൻസ്. പിന്നീട് വന്നത് ലോർഡ് മൗണ്ട് ബാറ്റൺ അല്ലേ. മൗണ്ട് ബാറ്റൺ പ്ലാനുമായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരിക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യവുമായി ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്ന മൗണ്ട് ബാറ്റൺ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് തരുന്ന മൗണ്ട് ബാറ്റൺ, ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൺ. ഇതെല്ലാം ആരാണ്? മൗണ്ട് ബാറ്റൺ. ഇതിൽ ഏറ്റവും പ്രശസ്തമായ ചോദ്യങ്ങൾ ഇതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. അപ്പോൾ ഇത് കുറേ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പഠിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഇതുകൂടി ഒന്ന് നോക്കണം. മൗണ്ട് ബാറ്റന് ശേഷം പിന്നീട് ഒരു ഗവർണർ ജനറൽ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ളൂ. അത് ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെയും അവസാനത്തെയും, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറലാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ സി രാജഗോപാലാചാരി എന്ന് പറയുന്നത്. ആദ്യത്തെ ഭാരതരത്ന വിന്നർമാർ തന്നെയാണ് ഇത്, സി രാജഗോപാലാചാരി തന്നെയാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരിയാണ്. ഭാരതരത്ന വിന്നർമാർ തന്നെയാണ്, ആദ്യത്തെ ഭാരതരത്ന വിന്നർമാർ തന്നെയാണ് സി രാജഗോപാലാചാരി തന്നെയാണ്. അപ്പോൾ ആ കൺഫ്യൂഷൻ പാട്ടൊന്ന് ഒഴിവാക്കുകയാണ്. ഇത്ര നേരം പറഞ്ഞത് ഞാൻ ഒന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്യുന്നുണ്ട്. ബംഗാളിൻ്റെ ആദ്യത്തെ ഗവർണർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവിന് ശേഷം 1-2 ആളുകൾ വന്നുവെങ്കിലും പിന്നീട് ബംഗാളിലെ ഗവർണർ ജനറലായി റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഗവർണർ ജനറലായി ആര് മാറി? വാരൻ ഹേസ്റ്റിങ്സ് മാറുകയുണ്ടായി. പിന്നീട് ബംഗാളിൻ്റെ അവസാനത്തെ ഗവർണർ ജനറലും എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലുമായി മാറുന്നത് വില്യം ബെൻഡിക് ആണ് അല്ലേ. ഓൾറെഡി നമ്മൾ സംസാരിച്ചു. ബംഗാളിൻ്റെ അവസാനത്തെ ഗവർണർ ജനറലും ഒപ്പം തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലുമായി മാറുന്നത് വില്യം ബെൻഡിക് ആണ്. പക്ഷേ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലായി വരുന്നത് ലോർഡ് കാനിങ് ആണ്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ ഗവർണർ ജനറൽ പോസ്റ്റ് എടുത്തു കളയുകയും വൈസ്രോയി പോസ്റ്റ് വരികയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ആര് വരികയാണ്? ലോർഡ് കാനിങ് വരികയാണ് ഉണ്ടാവുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിട്ട് വരുന്നത് ലോർഡ് മൗണ്ട് ബാറ്റൺ ആണ്. അതേ മൗണ്ട് ബാറ്റൺ തന്നെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ട് വരുന്നത്. ഇന്ത്യക്കാരനായിട്ടുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഗവർണർ ജനറലായിട്ട് ആരും വന്നു? സി രാജഗോപാലാചാരി വന്നു. ഇതൊന്ന് പ്രോസസ്സ് ചെയ്യാൻ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വായിച്ചെടുക്കുക. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് ഓടിച്ച് പറയാം. അതായത് നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മൾ കഥ തുടങ്ങിയത് റോബർട്ട് ക്ലൈവ് വെച്ചിട്ടാണ്. ബംഗാളിൻ്റെ ആദ്യത്തെ ഗവർണർ എന്ന് പറയുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ആ കളർ വേണ്ട, അത് ഭയങ്കര പോട്ടെ, നമുക്ക് ചുവപ്പ് തന്നെ പിടിക്കാം. ബംഗാളിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്ന 1773 റെഗുലേറ്റിംഗ് ആക്ടിലൂടെ വാരൻ ഹേസ്റ്റിങ്സ് ആണ്. അത് കഴിഞ്ഞ് ബംഗാളിൻ്റെ ഗവർണർ ജനറൽ, അവസാനത്തെ ഗവർണർ ജനറൽ ആവുന്നത് വില്യം ബെൻഡിക് ആണ്. അത് മാറി ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ന ടൈറ്റിൽ വന്നപ്പോൾ അത് ആർക്ക് തന്നെ കിട്ടി? വില്യം ബെൻഡിക്കിന് തന്നെ കിട്ടി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ലോർഡ് കാനിങ് ആണ്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ അദ്ദേഹം വൈസ്രോയി ആയിട്ട് മാറി. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ലോർഡ് കാനിങ് മാറി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ലോർഡ് മൗണ്ട് ബാറ്റൺ ആയിരുന്നു. അദ്ദേഹം തന്നെയായിരുന്നു ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലുമായത്. പാകിസ്ഥാൻ്റെയും ആവേണ്ടതായിരുന്നു, ജിന്ന സമ്മതിച്ചില്ലെന്നും ജിന്ന ആയി എന്നുള്ളതൊക്കെ അദ്ദേഹം നമ്മൾ പറഞ്ഞു അല്ലേ. അങ്ങനെ അതും ലോർഡ് മൗണ്ട് ബാറ്റൺ തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ശേഷം ഇന്ത്യയും കണ്ട ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറലായി ആര് വന്നു? സി രാജഗോപാലാചാരി വന്നതോടുകൂടി ഗവർണർ ജനറലും വൈസ്രോയിമാരുടെയും കാര്യത്തിൽ എന്തായി? ഒരു തീരുമാനമായി. പിന്നെ നമ്മളിന്ന് കാണുന്ന പോലെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും മിനിസ്റ്റർമാരും മുഖ്യമന്ത്രിമാരും ഗവർണർമാരും എല്ലാവരും കൂടി എന്തായി? നാട് ഭരിച്ച് അടിപൊളിയാക്കി അല്ലേ. അപ്പോൾ അടിപൊളിയാക്കി. അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമുക്ക് ബാക്കിയുണ്ടായിരുന്നത് ഈ 2 ചെറിയ സ്ലൈസസ് ആണ്, ഗവർണർ ജനറൽമാരും വൈസ്രോയിമാരും. അത് നമ്മൾ തീർത്തു. വീണ്ടും ഞാൻ പറയുകയാണ്, ഈ വൈസ്രോയിമാരിൽ നിന്ന് കാര്യമായി ചോദ്യങ്ങൾ വരാറില്ല. കമ്പയറിംഗ് ടു ഗവർണർ ജനറൽസ് ഇത്രയും ചോദ്യങ്ങൾ വൈസ്രോയിമാരിൽ നിന്ന് ചോദിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഏത് പരീക്ഷയായാലും RRBക്കും SSCക്കും PSCക്കും ചോദിക്കാറുള്ളത് നമ്മൾ മുമ്പ് പഠിച്ച, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഗവർണർ ജനറൽമാരെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഇത് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കൂടുതൽ പോർഷൻ ഓഫ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഹിസ്റ്ററി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻഡ്, രാജാവ് വീണു അല്ലേ. അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നേതാക്കന്മാരെ പറ്റി സംസാരിക്കണം. അത് അത്ര പെട്ടെന്നൊന്നും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുറച്ച് ടൈം എടുത്തിട്ട് നമ്മളത് ചെയ്യുള്ളൂ. പക്ഷെ ഞാനത് ചെയ്തു തരില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. തീർച്ചയായിട്ടും പ്രമുഖരായ നേതാക്കന്മാരെ, നെഹ്റു, അംബേദ്കർ, രാജഗോപാലാചാരി, നമ്മുടെ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ഓറോബിന്ദോ ഘോഷ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ജയപ്രകാശ് നാരായൺ, നാനി ബസന്റ്, അങ്ങനെ കുറച്ചധികം നേതൃനിരകളെ പറ്റി നമുക്ക് ജസ്റ്റ് ഒരു സമ്മറൈസ് ചെയ്യാനുണ്ട്. അത് ഇപ്പോൾ ഈവൻസ് എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള സ്ഥിതിക്ക് അത് പറയുന്നു
പറയുമ്പോഴും എളുപ്പമായിരിക്കും. പക്ഷേ അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നിങ്ങളുടെ തലയിൽ ഉണ്ടാവുകയും വേണം. അങ്ങനെയാണെങ്കിൽ എളുപ്പമാവുള്ളൂ. ഇപ്പോൾ ഈ ഗവർണർ ജനറൽ വൈസ്രോയി ഒരു പക്ഷേ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇഫ് എന്താ പറയുക, നിങ്ങൾ മുമ്പുള്ള ഈ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതേ പരിപാടി തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കി പതിയെ ഞാൻ എന്ത് ചെയ്യാം, ആ ലീഡേഴ്സിൻ്റെ കാര്യങ്ങളോട് ഞാൻ സെറ്റാക്കി തരാം. അപ്പോൾ ഇവിടെ നമ്മൾ താൽക്കാലികമായി നമ്മുടെ ഹിസ്റ്ററി വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്കും ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. ഹിസ്റ്ററിയിൽ ഒരുപാട് ഇൻസൈറ്റ് കിട്ടി. ഒരുപാടെന്ന് വെച്ചാൽ നമ്മുടെ അറിവ് വളരെ ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഞാനൊരു 2% പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചതിൻ്റെ ഒരു 2 ഞാൻ പഠിച്ചില്ല, ഞാനൊരു 1% പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അതിലും താഴെ. ആ പഠിച്ചതിൻ്റെ പാതി നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ, പാതിയെങ്കിലും കൺവേ ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അത്രേ നമ്മൾ നോക്കി, അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എത്രത്തോളം സക്സസ്ഫുൾ ആയെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും പലരും യൂസ്ഫുൾ ആയിരുന്നു എന്ന് കഴിഞ്ഞ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം അതിന് താഴെ കമൻറ്റുകളുണ്ട്. ഒരുപാട് സന്തോഷമുള്ളത് കാണുമ്പോൾ. എനിക്കും പണ്ട് ഹിസ്റ്ററി ഇഷ്ടമല്ലായിരുന്നു. ഞാനും 10ാം ക്ലാസ്സിലൊക്കെ എനിക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ഞാൻ തീരെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു ഹിസ്റ്ററിയും ജോഗ്രഫിയും. അപ്പോൾ അതിൽ ഹിസ്റ്ററി ഈ പറയുന്ന രീതിയിൽ ഭയങ്കര രസമാണെന്നും അത് പഠിക്കേണ്ട രീതിയിൽ പഠിക്കണമെന്നും പഠിപ്പിക്കേണ്ടുന്ന രീതിയിൽ പഠിപ്പിക്കണം എന്നൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ പുറത്താണ് ഞാനിത് പഠിക്കാൻ തുടങ്ങിയതും പിന്നെ പഠിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തിയതും. ഇപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ ഏറ്റവും ഇഷ്ടം, എൻ്റെ മെയിൻ സബ്ജക്റ്റ് QA ആണെങ്കിലും ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പഠിപ്പിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ സത്യം പറഞ്ഞൊരു വിഷമമൊക്കെ ഉണ്ട്, ഇനി ഇത് പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളത്. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വരുമല്ലോ, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയും നേരം കേട്ടിരുന്നതിന് കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഞാൻ പറയുകയാണ്. ഈ യാത്രയിലൊരു ഭാഗമായതിന്, ഈ ക്ലാസ് സീരീസിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതിന് ഒരുപാട് നന്ദി എല്ലാവരോടും. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.